ഹായ് അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെന്റെ എപ്പിസോഡ് 196 അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റില് ഫാളിംഗ് സ്റ്റാർ ബൗലിന് നേരെ എത്രയും പെട്ടെന്ന് ഒരു അറ്റാക്ക് വരും എന്നത് സൂചനയായിട്ട് സോൾഹാൾ അയച്ച വാർണിംഗ് മെസ്സേജ്. അതുകൊണ്ട് തന്നെ സ്കൈ മാൻഷൻ അലയൻസ് ആൾറെഡി അലർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയോയൻ ഫൈനലി പ്യൂരിഫൈങ് ഡീമോണിക് ലോട്ടസ് ഫ്ലെയിം അത് റിഫൈൻ ചെയ്തെടുത്ത് 5 സ്റ്റാർ ഡൗസെന്റിലേക്ക് ആക്കി. അതോടൊപ്പം അവന്റെ ഉള്ള മുഴുവൻ ഫ്ലെയിം കൂടി ചേർന്ന് ഒരു ഹ്യൂമൻ രൂപത്തിലുള്ള ഹെവൻലി ഫ്ലെയിം ആയിട്ട് മാറി. അതിന് ഹ്യൂമനെ പോലെ ഇന്റലിജന്റും ഉണ്ടായിരുന്നു. അതിലൂടെ അവൻ അധികം പവർ എടുക്കാതെ തന്നെ ബുദ്ധ ലോട്ടസ്, അനിഹിലേഷൻ ലോട്ടസ് എല്ലാം ഉണ്ടാകാനും പറ്റും. അതിന് ഇട്ട പേരാണ് ഷവി. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ അവരവിടെ നിന്ന് പുറത്തു പോകുന്നതാണ്. ഈ സ്പീഡ് പോയ പകുതി ദിവസം കൊണ്ട് തന്നെ പുറത്തെത്തും എന്ന് പറഞ്ഞു പോകുന്നു. അതേസമയം ഡീമൺ സ്പേസിലെ സ്കൈ മാൻഷൻ അലയൻസിന് അതിന്റെ ശാഖ വളരെ വലുതാണല്ലോ. അതിന്റെ ഔട്ടർ സൈഡിൽ നിന്നുള്ളവര് അവിടെ ഉള്ളവര് ഡീമൺ ഫ്ലെയിം സ്റ്റോൺ എടുക്കുകയാണ്. അത് ഉപകാരമുള്ളതാണ്. ഓക്കെ, ഇവർക്ക് എന്തിനാണെന്ന് സ്കൈ മാൻഷനിൽ കൊടുത്തിട്ട് ഇന്നർ സ്പേസിലേക്ക് പ്രൊമോട്ട് ആകാൻ വേണ്ടിയാണ്. അങ്ങനെ നിൽക്കുകയാണ്. അവർക്കൊരു ബാഡ് ഓമൻ ഫീൽ ആകുന്നേ. അവിടെ ഒരു മാറ്റം വരാൻ തുടങ്ങി. അവരെ നോക്കെ ഇവിടെ നിന്ന് എന്ത് ധൈര്യമുണ്ട് ഇത് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് സോൾഹാൾ വരികയാണ്. അവരെ കണ്ട് ദേഷ്യം. അവരാകട്ടെ കുറച്ചധികം ആൾക്കാർ ഉണ്ടായിരുന്നു. ഡീമൺസ് ഫ്ലെയിം സ്റ്റോൺ നമ്മുടെ ടെറിട്ടറിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്നാണോ എന്ന് കരുതിയോ? ഇന്ന് ഇതിലൂടെ നിന്റെയൊക്കെ തലയാകം പോകുന്നേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവസാനം വരെയും പോരാടും എന്ന് പറഞ്ഞ് അവര് റെഡിയായി. അറ്റാക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള സോൾഹാൾ മെമ്പേഴ്സ് എല്ലാവരും കൂടി സോൾ ചെയിൻ വെച്ച് അറ്റാക്ക് കൊടുത്തു. അതിൽ തടയാൻ നോക്കി എന്നാൽ കഴിഞ്ഞില്ല. തെറിച്ച് വീഴുകയാണ്. അവർക്ക് ആർക്കും തന്നെ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്മാറാനായിട്ട് നോക്കുന്നു. എന്നാൽ പിറകെ വന്ന് തുരത്തി അടിക്കുകയാണ്. ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ വീഴുകയാണ്. ഓരോരുത്തരായിട്ട് വീഴുന്നു. അതെല്ലാം കണ്ടു നിൽക്കാൻ മാത്രമേ അതിലെ മെയിൻ കമാൻഡറിന് കഴിഞ്ഞുള്ളൂ. അയാളെ നേരെ അതെടുത്ത് വന്ന് നിൽക്കേ, നിർത്ത്, സ്കൈ മാൻഷൻ അലയൻസിന് നേരെ നിന്റെ ഒക്കെ തല ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ ഒറ്റ സെക്കൻഡിൽ ഇല്ലാതാക്കി. അത് ഷിയോയൻ യൂണർ ആയിരുന്നു. അവരുടെ മെയിൻ ആള് പോയതുകൊണ്ട് അവിടെ ഉള്ളവരെ രക്ഷപ്പെടാൻ നോക്കി. എന്നാ ആരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞില്ല. അവരെല്ലാം ഗ്രാവിറ്റി ലോക്ക് വെച്ച് പിടിച്ച് ഇത്രയൊക്കെ കാണിച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നോ? സ്കൈ മാൻഷൻ അലയൻസിന് നേരെ കൈവച്ച ഇതായിരിക്കില്ല, ഇതിന്റെ അപ്പുറമായിരിക്കും എന്ന് പറഞ്ഞ് അവരെ താഴെ ഇട്ട് ഹെവൻലി ഫ്ലെയിം വെച്ച് തന്നെ ഒറ്റയടിക്ക് ബും, അത്രയും പേരെ വെറും സിമ്പിളായിട്ട് ഇല്ലാതാക്കി. അതുകൊണ്ട് ആകെ മൊത്തം അതിശയിച്ച് നിൽക്കുകയാണ് ഔട്ടർ സ്കൈ മാൻഷൻ അലയൻസ്. നിങ്ങൾ ആരാണ്? അവർക്ക് ആർക്കും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അവര് ആരെന്ന് ചോദിക്കേ അവര് സ്കൈ മാൻഷൻ ഔട്ടർ അലയൻസിൽ നിന്നാണ്, ശുവൻ യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സ്കൈ മാൻഷൻ അലയൻസ് അത്രത്തോളം വ്യാപിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ കാര്യം പറഞ്ഞിട്ട് അവർക്ക് വേണ്ട പിൽസ് അത് കൊടുത്തു. അയാൾ അതെല്ലാം അവിടെ ഉള്ളവർക്ക് കൊടുക്കുകയാണ്. മനസ്സിൽ ഇത്രയധികം സ്ട്രെങ്ത്, അതുപോലെ ജെന്യൂനിറ്റി, ഇതാരാണ് എന്ന് മനസ്സിൽ എന്നാലും ചോദിക്കില്ല. മതിയോ? അതെ അതെ, ഇത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ ഓക്കെ ആവും. എങ്കിലും ഒരു മടിയോടെ അടുത്ത സോൾഹാൾ ബ്രാഞ്ച് ഉണ്ട്. 1 സ്റ്റാർ ഡൗസെന്റ് ആണ് അവിടെ ഉള്ള. ഈ കമാൻഡർ ഡെഡ് ആയത് അവരറിഞ്ഞാൽ ഉടനെ വരും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പോകാം. അതുകൊണ്ട് 1 സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അവരെവിടെയാണെന്ന് അറിയാലോ എന്ന് പറഞ്ഞ് അയാളെ കൊണ്ടുപോകുന്നു. ഒറ്റ സെക്കൻഡിൽ പോയിട്ട് വരികയും ചെയ്തു. എന്നാൽ വന്നതുപോലെ അല്ലായിരുന്നു പോയപ്പോഴും. കാരണം ആകെ മൊത്തം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അവിടെ ഉള്ളവര് എന്താണ് നടന്നതെന്ന് ചോദിക്കേ ഒറ്റ സെക്കൻഡിൽ എൻ്റെ ബ്രാഞ്ച് തന്നെ ഇല്ലാതാക്കി. അത് കേട്ട് അവര് ഷോക്ക്. നിങ്ങൾ ആരാണ് എന്ന് അടുത്തിരുന്ന് ചോദിക്കേ. അപ്പൊ ഷിയോയിൻ, ഇന്നു മുതൽ നിങ്ങൾ ഇന്നർ അലയൻസ് എർത്ത് ലെവലാണ്. ഷിയോയൻ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഷിയോയനോ അപ്പോഴാണ് അതിലൊരുത്തെ ഡെപ്യൂട്ടി സ്കൈ മാസ്റ്റർ എന്ന് പറയുന്നേ. ഡെപ്യൂട്ടി സ്കൈ മാസ്റ്റർ ഷിയോയനോ എന്ന് അവിടെ ഉള്ളവര് ആകെ മൊത്തം ഞെട്ടി തെറിച്ച് നിൽക്കുകയാണ് അവര്. പിന്നെ ഡീമൺ ഫ്ലെയിം സ്പേസ് ക്ലോസ് ആയതിനു ശേഷം എന്തൊക്കെ നടന്നു എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ പറയുന്നു സ്റ്റോൺ ക്ലാൻ സ്പിരിറ്റ് ക്ലാനെ പോലെ മൊത്തത്തിൽ ഇല്ലാതായത്. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ്. സ്റ്റോൺ ക്ലാൻ ഇല്ലാതായി. ആരായിരിക്കും അത് ചെയ്ത്? യൂണർ എന്ന അവർ അലയൻസ് അത് ഗൂക്ലാൻ എഫക്റ്റ് ആയി കാണും. അവൾക്ക് പോകേണ്ടി വരും. ഷിയോനോട് സേഫ് ആയിട്ട് ഇരിക്കാൻ പറയുന്നു. ഷിയോനെ നീ പോയിട്ട് വാ, എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി. ഷിയോനും 2 വർഷം പകുതി വർഷം എന്ന് പറഞ്ഞിട്ട് എന്നാ വിചാരിച്ച പോലെ ആയി കാണില്ല. എന്താവട്ടെ ടീച്ചറും ബാക്കിയുള്ളവർക്ക് ഓക്കെ ആയിരിക്കില്ലേ എന്ന് വിചാരിച്ച് പോകുന്നുണ്ട്. അതിനുശേഷം ഫാളിംഗ് സ്റ്റാർ പവലിയൻ അവിടെ ആൾറെഡി സോൾഹാൾ ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു. ഫാളിംഗ് സ്റ്റാർ പീക്ക് എന്ന സൈഡിലാണ് കൂടുതലായിട്ട് വാർ നടക്കുന്നത്. ഒരു ലെറ്റർ വന്ന് അത് വായിക്കുന്നു. ഹുൻക്ലാന് സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് ആ ലെറ്ററിലൂടെ തന്നെ മനസ്സിലായി. അതില് ആ ലെറ്റർ വഴി പറഞ്ഞത് വെച്ച് അതിനുള്ളിൽ ഒരു ഡേറ്റ് എത്ര ആൾക്കാരെ വേണം കൂട്ടാൻ അവര് ചേർന്ന് നേരിട്ട് തന്നെ ഫൈറ്റ് തുടങ്ങാൻ പോവാണ് എന്നുള്ള രീതിയിലുള്ള ലെറ്ററാണ്. അതിനിടയ്ക്ക് ഷോവാനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് കേട്ടിട്ട് ഷൗച്ചനും ഒന്ന് ട്രിഗറായി. കാരണം അതിലുള്ള ആളുടെ പേര് 6 സ്റ്റാർ ഡൗസെന്റ് ഹുൻഷെൻമോ എന്നൊരാളാണ്. ഒരു ഏൻഷ്യന്റ് ക്ലാനിലെ റൂൾ വെച്ച് ഇങ്ങനെ ഉള്ളത് 5 സ്റ്റാറിന് മുകളിലുള്ള ഒരു ഇന്റർഫേസ് ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട്. എന്നാൽ ഇവിടെ അതൊന്നും കാണിക്കുന്നില്ല. ഗൂക്ലാനും മറ്റ് അലയൻസായ 3 ക്ലാനും നോക്കി മാത്രം നിൽക്കുകയാണ്. അതിന് എൽഡർലിന്
ഒരു ക്ലാൻ ഡിസപ്പിയർ ആയത് എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ അവരുടെ ഫാദർ നിന്ന് വന്നെങ്കിൽ അവരുടെ ലിമിറ്റ് അത് കഴിഞ്ഞു എന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. ശരിയാണ്, ഹുൻ ക്ലാനിലെ ഒരു എൽഡറാണ് ഹുൻ ഷെൻമോ. ഷാവുചെൻ അയാളെ കുറച്ച് നേരത്തേക്ക് മാത്രമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. ആ സമയം സോൾ ഹാളിനെ തോൽപ്പിക്കണം. സോൾ ഹാളിനെ അറ്റാക്ക് ചെയ്യാൻ ഒരു കമാൻഡിനായിട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹുയുൻ ചെയ്യാനും ഉണ്ടായിരുന്നെങ്കിൽ, ഐ മീൻ ഹുയൻ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായില്ലായിരുന്നു. അതിന് ഷാവുചെൻ അവളുടെ ഐലൻഡിലെ ലാസ്റ്റ് നടന്ന വാറ്, ആ ഫൈറ്റ്, ആ 3 ഡ്രാഗൺ ഐലൻഡ് ഫുള്ള് വൈപ്പായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഡ്രാഗൺ ഐലൻഡ് പെട്ടെന്ന് അവർക്ക് നേരെ ഇനിയും വരാം. അതുകൊണ്ട് തന്നെ അവിടെ വിട്ട് വരാൻ പറ്റില്ല. ഹുൻഷെൻമോനെ ഞാൻ നോക്കാം എന്ന ക്ലാൻ മാസ്റ്ററിനെ ആര് തടയും? അതായത് ഹുൻമേഷെങ്ങിനെ ആര് തടയുമെന്നാണ് അവർക്ക് സംശയം. കാരണം അവർക്ക് ആർക്കും തന്നെ ആ ലെവലില്ല. ഞാൻ നോക്കാം എന്ന് ഷേവിന്റെ വോയിസ് അവർക്കെല്ലാം അവൻ വന്നു എന്നത് മനസ്സിലായി. പുറത്തു വന്ന് നിൽക്കെ അവിടെ ഉള്ളവരെ ഡെപ്യൂട്ടി മാസ്റ്റർ വന്നു എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ആർത്ത് വിളിക്കാണ്. അവനെ കണ്ട് അവര് ഹാപ്പി. അവനടുത്തേക്ക് വരുന്നത്. പിന്നെ അവരുടെ സംസാരം, ഞാൻ പറഞ്ഞില്ലേ ഇവ അങ്ങനെ പെട്ടെന്നൊന്നും ചാവില്ലെന്ന്. അവരാരും തന്നെ കരുതില്ല അവനെ കൊണ്ട് ആ പ്യൂരിഫൈങ് ഡീമോണിക് ലോട്ടസ് ഫ്ലെയിം അത് റിഫൈൻ ചെയ്യാൻ കഴിയുന്നു. ജസ്റ്റ് ലക്ക് എന്ന് അവനും. ഇനി എന്തായാലും സോൾ ഹാളിനെ തടയാൻ പറ്റും. ഇവർ രണ്ടുപേരും അവരെ നോക്കും എന്ന് എൽഡർലിനി. ഇവന്റെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് വെച്ച് അവൻ ഒറ്റയ്ക്ക് ഓക്കെയാണ്. ഇഷാനപ്പോൾ സൈലിന് ആ യെല്ലോ സ്പ്രിങ്ങിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ബ്രേക്ക് ചെയ്യാനുള്ള കൾട്ടേഷനിലാകും ഓറ ഫീൽ ആകുന്നുണ്ട്. അവർക്ക് ഡീപ്പായിട്ട് എന്താ പോകാൻ പറ്റില്ലല്ലോ. അത് കേട്ട് ചെയ്യാൻ ഇത് സെറ്റിൽ ചെയ്ത് ഞാൻ തന്നെ നേരിട്ട് പോയിക്കോളാം. അത് കഴിഞ്ഞ് സോൾ ഹാളായിട്ടുള്ള അലയൻസ് യുദ്ധം, അതിന് മുന്നോടിയായിട്ട് അവിടെയുള്ള എല്ലാ അലയൻസിനെ ആൾക്കാരെയും വിളിച്ചു നിർത്തിയ സംസാരമാണ്. എങ്ങനെയായിരിക്കും എന്ന് അറിയാലോ. മാസ്റ്റർ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവര് വാറിനാണ് പോകുന്നത്. ആ വാറ് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അവരേറ്റ് ആർത്ത് വിളിക്കണം. ചെയ്യാൻ വന്നിട്ട് അവന്റെ ഫാമിലിയിൽ നടന്ന കാര്യം അത് സോൾ ഹാൾ ചെയ്ത് കൂട്ടിയ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. അവരെ എങ്ങനെയായാലും തടഞ്ഞു മതിയാക്കും. അത് അവരുടെ ഫാമിലി സൈഡായിട്ട് മാത്രമല്ല അവർ നിലനിൽക്കുന്ന സ്ഥലം കൂടി വേണ്ടിയാണ് എന്നൊക്കെ പറയുകയാണ്. അവിടെയുള്ള ആർത്ത് വിളിക്കുന്നുണ്ട്. അതുപോലെ അലയൻസ് പോകുന്ന കാര്യം സെൻട്രൽ പ്ലെയിനിലെ ബാക്കിയുള്ള അലയൻസിനെയും അറിയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരെല്ലാവരും ഏൻഷ്യന്റ് ക്ലാനായ സ്റ്റോൺ ക്ലാൻ ഇല്ലാതെ അവിടേക്ക് വന്നതാണ്. അവിടെ ഹൂയോണർ എന്തുകൊണ്ട് ഈ സ്ഥലം തിരഞ്ഞെടുത്തു? ബാക്കിയുള്ള അവരെയും എത്തിയിരുന്നു. അങ്ങോട്ട് മറ്റൊരാൾ വന്നിട്ട് രണ്ട് സ്ട്രോങ് ആയവർ തമ്മിലുള്ള വാർ അതാണ് നടക്കാൻ പോകുന്നത്. ഇതെന്തെങ്കിലും റീസൺ ആകാം. അപ്പോഴാണ് അങ്ങോട്ട് സോൾ ഹാളി വരുന്നത്. ഹുൻമേഷിങ് വരുന്നു. ആളുടെ ഓറ അവിടെ ഉള്ളവർക്ക് ചെറിയൊരു പേടി വരുത്തിയെന്ന് കാണാം. അതുപോലെ തന്നെ മൊത്തം 7 ടൗസൻഡ് ഉള്ളവര് അങ്ങോട്ട് വരികയാണ്. സ്കൈമാൻ അലയൻസ് ഇതുവരെ വന്നില്ലല്ലോ. ഒന്ന് ഹുൻമേഷിങ് ചോദിക്കേ അവര് മിക്കവാറും പേടിച്ചു കാണും എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. എന്ത് പേടിയോ? ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വരവുണ്ട്. അവന്റെ പിന്നെ ഫയറാണല്ലോ. അവിടെ മൊത്തം അങ്ങനെ സിയോയെ വന്ന് നിൽക്കുന്നു. അതിനുശേഷം ഷൗച്ചൻ വരുന്നു, മാസ്റ്റർ വരുന്നു, മറ്റാൾക്കാരെല്ലാവരും വരികയാണ്. നമ്മുടെ സ്കൈമാൻ അലയൻസ് ടൗസൻഡ് ആയവരാണ് എത്തിയിരിക്കുന്നത് എന്ന് അവിടെയുള്ള ആ പെണ്ണ്. അപ്പോൾ അടുത്തത് ഒരു കിട്ടില്ല ഫൈറ്റ് തന്നെയായിരിക്കും കാണാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാ വന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.